മാന്നാറിൽ 15 വർഷം മുൻപ് കാണാതായ യുവതിയെ കൊന്നു കുഴിച്ചുമൂടിയെന്ന സൂചന. സെപ്റ്റിക് ടാങ്ക് കുഴിച്ച് പരിശോധന തുടരുകയാണ്. മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയെന്നാണ് സംശയം. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുകയാണ്. മണിക്കൂറുകളായി സെപ്റ്റിക് ടാങ്ക് കുഴിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തുകയാണ്. 15 വർഷം മുമ്പ് മാന്നാറിൽ നിന്ന് കാണാതായ കല എന്ന യുവതി കൊല്ലപ്പെട്ടതാണ് എന്നുള്ള സംശയത്തിന്റെ പുറത്താണ് പരിശോധന നടത്തുന്നത്. ഭർത്താവ് അനിൽകുമാറാണ് കൊലപാതകം നടത്തിയത് എന്ന തരത്തിലുള്ള മൊഴികൾ കസ്റ്റഡിയിലായിരിക്കുന്ന അനിൽകുമാറിന്റെ ബന്ധുക്കളുടെ ഭാഗത്തുനിന്ന് പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഈ കലയെ കാണാതായി എന്ന തരത്തിലുള്ള പരാതി വർഷങ്ങൾക്ക് മുമ്പ് അനിൽകുമാർ കൊടുക്കുകയും അതിനുശേഷം അനിൽകുമാർ മറ്റൊരു വിവാഹം കഴിക്കുകയും ചെയ്തതാണ്. ഇസ്രായേലിലുള്ള അനിൽകുമാറിനെ കൂടി ഈ കേസിൽ പ്രതി ചേർക്കുന്ന രീതിയിലേക്ക് അന്വേഷണം കടക്കുന്നു എന്നുള്ള സൂചനകളൊക്കെ വരികയായിരുന്നു. ശരണ സ്നേഹൻ നമുക്കൊപ്പം ചേരുന്നു. ശരണ, വളരെ പ്രധാനപ്പെട്ട കാര്യം, മണിക്കൂറുകളായി തുടരുന്ന പരിശോധന അത്യന്തം ഇത്രയും വർഷം കഴിഞ്ഞതുകൊണ്ട് തന്നെ ഉറ്റുനോക്കുന്ന തരത്തിലുള്ള അന്വേഷണ ഘട്ടം. മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി എന്നുള്ള സൂചന എത്രത്തോളം സ്ഥിരീകരിക്കാം? എന്താണ് വിവരങ്ങൾ? അവർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 15 വർഷക്കാലത്തിന് ശേഷമുള്ള ഒരു തിരച്ചിലാണ്. അതിൻ്റെതായ ഒരു പ്രതിസന്ധി അന്വേഷണ സംഘം നേരിടുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും സാധാരണഗതിയിൽ നമുക്കറിയാം, ഇലന്തൂർ നരബലി അടക്കം നടന്ന ഘട്ടത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ തേടിയ 174 തോമൻ എന്നറിയപ്പെടുന്ന അദ്ദേഹം തന്നെയാണ് ഇവിടെയും വന്ന് ഇപ്പോൾ ഈ മൃതദേഹത്തിന് വേണ്ടിയുള്ള സെപ്റ്റിക് ടാങ്കിലെ മാലിന്യങ്ങൾ മാറ്റിയുള്ള പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിനൊപ്പം തന്നെ ഫോറൻസിക് വിഭാഗവും ഉണ്ട്. കുറച്ചു നേരത്തെ കണ്ടെത്തിയ ചില ഭാഗങ്ങൾ അത് മൃതദേഹത്തിന്റെ ഭാഗങ്ങളാണ് എന്നുള്ള സംശയമുള്ളത് കൊണ്ട് തന്നെ അത് ഫോറൻസിക് വിഭാഗം പരിശോധനയ്ക്കായി മാറ്റിയിട്ടുണ്ട്. അത്തരത്തിൽ അനൌദ്യോഗികമായി മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി എന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഒരു ഔദ്യോഗിക സ്ഥിരീകരണത്തിലേക്ക് ഇക്കാര്യങ്ങൾ പോകാൻ കഴിയൂ. കാരണം DNA അടക്കമുള്ള പരിശോധനകൾ ആവശ്യമായുണ്ട്. അത്തരം പരിശോധനകൾക്ക് ശേഷമേ അത് ഔദ്യോഗികമായി പറയാൻ കഴിയുകയുള്ളൂ. ഈ കേസിൽ ഏറ്റവും നിർണായകമായ സംഭവങ്ങൾ നടന്നത് കഴിഞ്ഞ ദിവസം ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചരിത്ര തെരേസ ജോണിന് ലഭ്യമായ 2 ഇടവേളകളിലായി ലഭ്യമായിട്ടുള്ള കത്തുകളുടെ അടിസ്ഥാനത്തിലാണ്. ഈ കത്തിനകത്ത് ഈ കല കൊല്ലപ്പെട്ടതിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ അടങ്ങിയ ഒരു ഊമക്കത്തായിരുന്നു ജില്ലാ പോലീസ് മേധാവിക്ക് ലഭ്യമായത്. അതിനകത്ത് ചില പ്രതികൾ, അതായത് ഈ കലയെ കൊല ചെയ്തു എന്ന് ആരോപിക്കുന്ന അനിൽകുമാറിന്റെ ബന്ധുക്കളുടെ പേരുകൾ ഉൾപ്പെടെയുള്ള വിശദാംശങ്ങളും ഈ കൊലപാതകത്തിന്റെ വിശദാംശങ്ങളും ഉൾപ്പെടുന്ന ഒരു കത്താണ് ലഭ്യമായത്. തുടർന്ന് അമ്പലപ്പുഴ പോലീസിനെ ഈ കേസ് അന്വേഷിക്കാനായി ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ നിർദ്ദേശിക്കുകയായിരുന്നു. തുടർന്ന് മാന്നാർ പോലീസ് പോലും വ്യക്തമായ വിവരം അവർക്ക് പോലും നൽകാതെയായിരുന്നു അമ്പലപ്പുഴ പോലീസിന്റെ അന്വേഷണം നടന്നത്. ഈ പ്രതികളായുള്ള 5 പേരെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ മുഖ്യപ്രതി എന്ന് പറയുന്ന അനിൽകുമാർ ഇപ്പോൾ ഇസ്രായേലിലാണ്. അനിൽകുമാറിനെ പോലീസ് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് അമ്പലപ്പുഴ പോലീസ് അന്വേഷണം നടത്തിയ ഘട്ടത്തിൽ തന്നെ അനിൽകുമാറിന്റെ ബന്ധുക്കളിൽ നിന്ന് വിവരം പോയിരുന്നു എന്നുള്ള ടെലിഫോൺ രേഖകൾ പോലീസിന് ലഭ്യമായിട്ടുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ കൂടുതൽ ചോദ്യം ചെയ്യലിനിടയിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ പോലീസിന് ലഭ്യമാകുന്നത്. ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് അനിൽകുമാറിന്റെ ബന്ധുക്കളായ സുരേഷ്, ജിനു രാജൻ, പ്രമോദ്, സന്തോഷ് എന്നിവരാണ്. ഇവരെ നൽകിയിട്ടുള്ള ഒരു മൊഴി എന്ന് പറയുന്നത് അനിൽകുമാർ കാറിൽ ഈ കലയുടെ മൃതദേഹം കൊണ്ടുവരുന്നത് കണ്ടു എന്നുള്ളതാണ്. ഈ കാറിൽ മൃതദേഹം അനിൽകുമാറിനോട് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിച്ചപ്പോൾ കഴുത്തിൽ തുണി ഇട്ട് മുറുക്കിയാണ് കലയെ കൊലപ്പെടുത്തി എന്നുള്ള വിവരം പറയുന്നു. മൃതദേഹം കാറിനകത്തുണ്ടെന്നും ഇത് മറവ് ചെയ്യാൻ സഹായിച്ചു എന്ന് ഉള്ള ആരോപണം നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ അത്തരത്തിൽ ആ കത്തിലടക്കം വ്യക്തമാക്കിയിട്ടുള്ള ആളുകളെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ഇവര് ഈ കാര്യങ്ങൾ പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഒരു സമ്മതിക്കുന്ന ഘട്ടത്തിലാണ് ഇത് ഫോറൻസിക് പരിശോധനകളിലേക്കും മാത്രമല്ല ആ വീടിന്റെ സെപ്റ്റിക് ടാങ്ക് തുറന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി RDOയുടെ പെർമിഷൻ എടുക്കുന്ന ഒരു കാര്യത്തിലേക്ക് പോലീസ് നീങ്ങുകയും ഇന്ന് വളരെ പെട്ടെന്ന് തന്നെ അത്തരത്തിലൊരു തുറന്നുള്ള പരിശോധനയിലേക്ക് പോലീസ് പോയി. 100 കണക്കിന് ആളുകളാണ് ഈ സംഭവങ്ങൾ കാണാനായി ഇവിടെ ഉള്ളത്. ഈ കലയുടെ വീട്ടുകാർ, അതായത് ഈ കലയെ കാണാതായ ഘട്ടത്തിൽ കലയുടെ വീട്ടുകാരോട് അനിൽകുമാർ പറഞ്ഞിരുന്നത് മറ്റൊരാളുമായി പോയിരുന്നു എന്നുള്ളതാണ്. അത്തരത്തിലൊരു സൂരജ് എന്ന ഒരു പാലക്കാട് സ്വദേശിയുടെ പേരുമൊക്കെ കലയുടെ വീട്ടുകാരും പറയുന്നുണ്ട്.
അത്തരത്തിൽ സൂരജുമായി പോയിരുന്നു എന്നുള്ള പാലക്കാടായിരുന്നു എന്നുള്ള വിവരമൊക്കെയാണ് തങ്ങൾക്ക് ലഭ്യമായിരുന്നത്. അത്തരത്തിൽ മറ്റൊരാളുമായി പോയ ഒരാളായതുകൊണ്ടാണ് കേസ് അടക്കമുള്ള കാര്യങ്ങൾ നൽകാതിരുന്നത് എന്നുള്ള വിവരവും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളിലൊക്കെ കൂടുതൽ പരിശോധനകളും കൂടുതൽ വ്യക്തതയും പോലീസിന് ലഭ്യമാകേണ്ടതുണ്ട്. ഇപ്പോൾ നടത്തിയ ഈ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് മാലിന്യങ്ങൾ എടുത്ത് അരിച്ചു പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഈ വീടിന്റെ മുൻഭാഗത്തുള്ള സെപ്റ്റിക് ടാങ്കിൽ നിന്ന് കണ്ടെത്തിയ ചില അവശിഷ്ടങ്ങൾ അത് മൃതദേഹത്തിന്റേതാണ് എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. ഫോറൻസിക് വിഭാഗത്തിന്റെ നിർദ്ദേശാനുസരണമാണ് അത് ഇപ്പോൾ മാറ്റിയിട്ടുള്ളത്. എന്തായാലും 15 വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു കേസ്, ഒരു മൂടപ്പെട്ട ഒരു സത്യത്തിന്റെ ചുരുളഴിയുന്നു എന്ന് തന്നെ നമുക്ക് ഇതിനെ പറയാം. അത്തരത്തിൽ ഭരിതമായ ഒരു സമയങ്ങളാണ് ഇവിടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ, ഒരുപാട് ആളുകൾ ഈ സംഭവം അറിഞ്ഞ് ഇവിടേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. കലയും ഒപ്പം തന്നെ ശ്രീകുമാറും വിവാഹിതരായത്, ഇവർ പ്രണയിച്ച് വിവാഹിതരായതാണ്, മിശ്ര വിവാഹിതരാണ്. അതിനുശേഷം ഇവർ തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം ഇപ്പോൾ നൽകുന്ന മൊഴി. അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇവർക്കൊരു മകനുമുണ്ട്. അതിനുശേഷം, അതായത് ഈ കലയെ കാണാതായി എന്ന് പറയുന്നതിന് ശേഷം 2 മാസത്തിനുള്ളിൽ തന്നെ അനിൽകുമാർ പുനർവിവാഹം കഴിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ കലയുടെ വീട്ടുകാർ നൽകുന്ന ഒരു വിവരത്തിന്റെ അടുത്ത് സൂരജ് എന്നൊരു വ്യക്തി പാലക്കാടുകാരനോടൊപ്പം പോയിട്ടുണ്ടെന്നുള്ള വിവരമൊക്കെ അവർ പറയുന്നുണ്ട്. അവിടെ നിന്ന് ഫോൺ ചെയ്തിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് എന്താണ് എങ്ങനെയാണ് അനിൽകുമാറിന്റെ പക്കലേക്ക് കല എത്തിയത് എന്നടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും ഇപ്പോഴും ഒരു സ്ഥിരീകരണമായിട്ടില്ല. പോലീസും അതീവ രഹസ്യ സ്വഭാവത്തോടെ കാര്യങ്ങളെ സൂക്ഷിക്കുന്നുണ്ട്. ഈ കേസിനകത്ത് തുടർ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കൂടുതൽ ആളുകൾക്ക് ഈ മരണത്തെ സംബന്ധിച്ച് വിവരം അറിയാമായിരുന്നു എന്നുള്ള സൂചനകളുമൊക്കെ നമുക്ക് പോലീസിൽ നിന്ന് ലഭ്യമാകുന്നുണ്ട്. ഇതിനിടയിൽ തന്നെ ഈ പ്രതികളാക്കപ്പെട്ട ചിലർ പുറത്തേക്ക് പറഞ്ഞ ചില കാര്യങ്ങൾ ഉൾപ്പെടെ ചർച്ചയായതിന്റെ അടിസ്ഥാനത്തിൽ കൂടി ആയിരിക്കണം ഇത്തരമൊരു കത്ത് നൽകിയെന്നും കത്ത് പോയിട്ടുള്ളതെന്നും ഈ ശ്രീകുമാറിന്റെ അടുത്ത ബന്ധുവാണ് പോലീസിന് കത്ത് നൽകിയിട്ടുള്ളതെന്നും ഒക്കെയുള്ള വിവരം നമുക്ക് അനൌദ്യോഗികമായി ലഭ്യമാകുന്നുണ്ട്. എന്തായാലും ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ജില്ലാ പോലീസ് മേധാവിയുടെ പ്രതികരണം വന്നതിന് ശേഷം മാത്രമേ പറയാൻ കഴിയുള്ളൂ. പോലീസ് അത്തരത്തിൽ പരമാവധി കണ്ടെത്താവുന്ന മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തിരച്ചിലാണ്. ശരണ്യ സ്നേഹജൻ വിവരങ്ങൾ നൽകിയത് മാന്നാറിൽ.